Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുജാതയുടെ മൾട്ടിമിക്സ് മിക്സർ ഗ്രൈൻഡർ ആണ് നമ്മുടെ കൈവശമുള്ളത്. ഒരുപാട് ആളുകൾ നല്ലൊരു മിക്സർ ഗ്രൈൻഡർ വാങ്ങിക്കാൻ താൽപര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് മിക്സർ ഗ്രൈൻഡേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രീതിയുടെ 𝗙𝗥𝗘𝗃 ഉണ്ട്, അതുപോലെ തന്നെ സുജാതയുടെ ഈ ഒരു മൾട്ടിമിക്സ് ഗ്രൈൻഡർ ഉണ്ട്. പ്രൈസിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പതിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് ഈ ഒരു ബോക്സ് കൊണ്ട് തന്നിട്ടുണ്ട്, വലിയൊരു ബോക്സ് ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കിംഗ് ആണ്. അപ്പോൾ ഞാനിതൊന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സുജാതയുടെ ആ ഒരു ബോക്സ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെവി ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ സുജാതയുടെ മിക്സർ ഗ്രൈൻഡേഴ്സ് വളരെ ബെറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കവർ ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും, ഇതിൻ്റെ MRP ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9396 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മോഡൽ നെയിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി മിക്സ് എന്നാണ് മോഡൽ നെയിം. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നവംബർ 2021 ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 7.370 kg ആണ്. പിന്നെ 900 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനാവശ്യമായ പവർ കൺസപ്ഷൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്ത് വരുന്നത് ഇവിടെ നിന്നാണ്. മിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, ഡൽഹിയിലാണ്. പിന്നെ ബോക്സിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും സുജാതയുടെ മിക്സർ ഗ്രൈൻഡർ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു മിക്സിയുടെ മറ്റൊരു സവിശേഷത, നമുക്ക് ഏകദേശം 90 മിനിറ്റ്സോളം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ അത് കമ്പനി പറയുന്നത് അത്തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ബോക്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 9000 സം ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് 7900 അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അഡീഷണലായിട്ട് 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഏകദേശം 7100 ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് ഞാൻ 𝗙𝗏𝗏 എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഡീഷണലായിട്ട് നമുക്ക് 300+ എഗെയിൻ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കമ്മീഷൻ രൂപത്തിൽ. അപ്പോൾ ഏകദേശം ഒരു 6700-800 റേഞ്ചിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിൽ വരുന്നത് കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പിന്നെ മാനുവൽ നല്ലപോലെ നോക്കുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ട്. പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് കുറച്ച് സുജാതയുടെ ഫാനിനെ കുറിച്ചുള്ള ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വരുന്നത് പിന്നെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ച്, അല്ലെങ്കിൽ സുജാതയുടെ എല്ലാ മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ചുമുള്ള ഒരു ഇതുപോലെയുള്ളൊരു നോട്ടീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് നല്ല ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു പാക്കിൽ എന്താണ് വന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതിലൊരു ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് മിക്സർ ഗ്രൈൻഡറൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ബോക്സിന് ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇതേപോലെയുള്ള ഒരു ടൂത്ത് ബ്രഷ് പോലെയുള്ളൊരു ബ്രഷ് വന്നിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കിതിൽ ഇതേ രീതിയിൽ ഓക്കെ, ഇത് നമ്മൾ എന്താ പറയുക, ആ ജ്യൂസറിനുള്ളിലേക്ക് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ താഴോട്ട് പുഷ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ അഡീഷണലായിട്ട് മറ്റൊരു ചെറിയ ടൂൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ യൂണിറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. മെയിൻ യൂണിറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നമുക്ക് ജാറുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നല്ല പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ ജാറാണ്. അപ്പോൾ ഏകദേശം 5ഓളം ജാറുകൾ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് റിയലി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് ഹോൾഡ് ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇതിന് മുകളിലുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ജാറാണ്, ചെറിയ ജാറാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസൊക്കെ നമുക്ക് ആ ഒരു മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ ബ്ലേഡിനെ കുറിച്ച് പറയുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലേഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2 വർഷത്തോളമാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വാറണ്ടി കിട്ടുന്നത്. ആ ഒരു വാറണ്ടിയിൽ കവേർഡ് ആകുന്നത് ഇതിൻ്റെ മോട്ടർ മാത്രമാണ്.
പിന്നെ ജാറുകൾക്കും അതുപോലെ തന്നെ ബ്ലേഡുകൾക്കൊന്നും നമുക്ക് ഇതുപോലെയുള്ള പിന്നെ ഈ ഒരു വാറണ്ടിയിൽ കവേർഡ് അല്ല. അപ്പോൾ ഒന്നാമത്തെ ജാറ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്കിതിൽ വരുന്നത് മറ്റൊരു ജാറാണിത്. ഈ ഒരു ജാറിൻ്റെ സവിശേഷത നമുക്ക് പിന്നെ കോക്കനട്ട് ഉപയോഗിച്ച് അതിൻ്റെ മിൽക്കൊക്കെ നമുക്കിതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. ഇതാണ് ആ ഒരു ജാറ്. ഇത് നമുക്ക് എന്താ പറയുക, ഇതിലൂടെ നമുക്ക് പ്യുവറായിട്ടുള്ള ആ ഒരു കോക്കനട്ടിൻ്റെ മിൽക്കൊക്കെ നമുക്ക് ഇതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റു പല ഉപയോഗങ്ങളും ഇതുവഴി ഉണ്ടാകും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് മറ്റൊരു ജാറ്. ഇതിലും വളരെ ശക്തിയേറിയ ഒരു ബ്ലേഡാണുള്ളത്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ബ്ലേഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കോക്കനട്ടിൻ്റെ ആ ഒരു പർപ്പസിനാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജാറും നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് നമ്മൾ നല്ലപോലെ ഹോൾഡ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ജാറ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ധൂം ജാർ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ധൂം ജാർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഏകദേശം 1500 രൂപയുടെ അടുത്ത് വരും. പക്ഷേ ഈ ഒരു പാക്കേജിൽ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ ലെസറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കിട്ടുന്ന മറ്റൊരു ജാറാണിത്. അപ്പോൾ ഇതും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറാണ്. ഇതിൽ വന്നിട്ടുള്ള ബ്ലേഡ് ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് റിയലി ഫീൽ ചെയ്യും. പിന്നെ ഇത് ഇന്ത്യയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ പല പ്രൊഡക്റ്റുകളും എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു ജാറാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്, നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ജാറ് ഇതായിരിക്കും. ആ ഒരു ധൂം ജാർ എന്ന് പറയുന്നത് ഇതാവാനാണ് സാധ്യത. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ജാറാണ്. ഈ ഒരു ജാറിന് സെപ്പറേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 1500 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്പും ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം 4ഓളം ജാറുകൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി വരുന്നത് ഇതിൽ മെയിൻ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് കവറൊന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നല്ലപോലെ നോക്കുക. കാരണം നമ്മൾ റോങ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് ഒന്ന് മെല്ലെ പുറത്തേക്ക് എടുക്കാം. ഈ ഒരു യൂണിറ്റ് നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. ഇതൊരു മെയിൻ യൂണിറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് പിന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിനുള്ളിലായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ജ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടുന്നതിനായിട്ട് പിന്നെ ഫിക്സ് ചെയ്യുന്ന ഒരു ബ്ലേഡ് ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസ് എടുത്തതിന് ശേഷം വരുന്ന ആ ഒരു വേസ്റ്റേജ് ഒക്കെ ഇതിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഇത്തരത്തിലൊരു ചെറിയ എന്താ പറയുക ഒരു ടൂൾ കൂടെ വരുന്നുണ്ട്. ഇതിന് എൻഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സുജാതയുടെ കിഡിലൻ മിക്സർ ഗ്രൈൻഡർ. ഇത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ബ്രാൻഡ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ സ്വിച്ചൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ വരുന്നത് പിന്നെ ഒരു വിപ്പ് ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. 3 സ്പീഡാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സുജാതയുടെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇത് ഏകദേശം 900 വാട്ട്സ് വരുന്ന ഒരു പവർഫുൾ മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ബ്ലേഡ് നമുക്ക് ഇതിൽ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ 4ഓളം ജാറുകൾ പരിചയപ്പെട്ടു. 5ാമത്തെ ജാറ് വരുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫ്രൂട്ട്സ്, നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടുന്നതിനായിട്ട് ഈ ഒരു പാർട്ടാണ് ഇതിലേക്ക് വെക്കേണ്ടത്. ഗൈസ്, നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഒരു ജ്യൂസ് ഇപ്പോൾ നമ്മളൊന്ന് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ടൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഇവിടെയുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി പാർട്ടുകളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ അത് നമ്മൾ സേഫായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാദ്യം ഇവിടെ നല്ലപോലെ വെക്കുക. ഇവിടെ നല്ലപോലെ വെച്ചതിന് ശേഷം ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോൾ കാണാം. അതിലേക്ക് ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഫിക്സ് ആയി കഴിഞ്ഞു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഈ ഹോളിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഫിക്സ് ആയി. പിന്നെ ഇനി നമ്മൾ ജ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തുകൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഇത്തരത്തിലൊരു പാർട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇത് അതിനുള്ളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറ്റി വെക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന്
ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് ഈ പാർട്ട് നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയതാണ്, ഇത് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇതേപോലെ താഴോട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ നിന്നോളും. കണ്ടില്ലേ? ഇതിന് താഴെയായിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ജ്യൂസ് എടുക്കുന്നത് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്കാണ് ജ്യൂസ് എടുക്കുന്നത്, ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ജ്യൂസ് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചാണ്. അപ്പോൾ നല്ല ചൂടുകാലൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ജ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആകെ ചെയ്യാനുള്ളത് ഓറഞ്ച് റെഡിയാണ്, മിക്സർ ഗ്രൈൻഡർ റെഡിയാണ്, പിന്നെ അതേപോലെ തന്നെ ഇത് പോർ ചെയ്യുന്നതിനായിട്ട് ഗ്ലാസും റെഡിയാണ്. കേസ് നമ്മൾ ഇത് യൂണിറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഫ്രൂട്ടും റെഡിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാധനമാണ്, ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അതിൽ ഫ്രൂട്ട് ഇടുകയല്ല, ആദ്യം നമ്മൾ യൂണിറ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ ഒരു യൂണിറ്റ് തന്നെയാണ്. ഏകദേശം 900 വാട്ട്സിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ചെയ്യും. പിന്നെ ഒരു പ്രധാന കാര്യം, സാധാരണ മിക്സർ ഗ്രൈൻഡറിൽ നമുക്ക് ഈ പറഞ്ഞ അരിയോ മറ്റു കാര്യങ്ങളൊന്നും പൊടിക്കാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ മോട്ടറിന് അത്ര പവർ ഉണ്ടാവില്ല. ഈവൻ സോഡിയാക്ക് പോലും നമുക്ക് 750 വാട്ട്സ് ആണ്, പക്ഷേ ഇത് 900 വാട്ട്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആ ഒരു ഫീൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട് ഇട്ടുകൊണ്ട് അതൊന്ന് ജ്യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഓൺ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിത് 3 സ്പീഡ് അവൈലബിൾ ആണ്, അതായത് ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഹൈ സ്പീഡും അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് സ്പീഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു വിപ്പ് ബട്ടൺ ഉണ്ട് അതിലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സി ഓൺ ചെയ്തു. അപ്പോൾ നമ്മൾ ജ്യൂസ് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ ഇത് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഓൺ ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മോട്ടർ സ്റ്റോപ്പ് ആകുന്ന ആ ഒരു ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? മോട്ടർ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ആയതിനു ശേഷം മാത്രമേ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസിൻ്റെ പൾപ്പെല്ലാം ചെന്നത് ഇവിടേക്കാണ്, വേസ്റ്റൊക്കെ ഈ ഒരു ബോക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, പ്യുവർ ജ്യൂസാണ്. പിന്നെ ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടോപ്പ് പാർട്ട് മെല്ലെ ഇതേപോലെ എടുക്കുക. ഇപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊരു സുഖമാണ്, കാരണം ഈ ഒരു പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സുജാതയുടെ പെർഫോമൻസിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളൊരു 2 ഓറഞ്ച് എടുത്തു, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഷുഗർ ഇടാത്ത ചെറിയൊരു പ്രശ്നമുള്ളൂ, പ്യുവർ ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പെർഫോമൻസിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ജ്യൂസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മളിതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ നമുക്ക് കോക്കനട്ട് ഇതിൽ ഇട്ടുകൊണ്ട് മറ്റൊരു ജാറിലിട്ടുകൊണ്ട് നമുക്കതിൻ്റെ പ്യുവറായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പുറത്തേക്ക് എടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മേ ബി അനദർ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സുജാതയുടെ സൂപ്പർ മിക്സർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു സുജാത സൂപ്പർ മിക്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ചിയേഴ്സ്.